വാതല്ലൊരു മുട്ട് കേട്ടു. പൊന്നുമോൾ കരളിന്റെ കഷണം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ചാരത്തുണ്ട്. ഫാത്തിമ മമ്പിൽ ബാബിയ ഫാത്തിമ. വാതിലിൽ ആരാണെന്ന് നോക്കുമോളെ. വാതിൽ തുറന്നപ്പോ ഒരാളെ കണ്ടു. ആരാണ് നിങ്ങൾ? ആരാണ് നിങ്ങൾ? ആ സമയത്ത് പറഞ്ഞു, ഞാൻ അസ്രായീലാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകളുടെയും റൂഹിനെ പിടിച്ചുകൊണ്ട് അതീന്ദ്രിയമായ ലോകത്തേക്ക് നടന്നുപോയ മരണത്തിന്റെ മാലാകയാണ് ഞാൻ. വേദനയോടെ, വിഹ്വലതയോടെ, വിഭ്രാന്തിയോടെ, പരിഭ്രാന്തിയോടെ പൊന്നുമോളോട് ചെന്നിട്ട് പറഞ്ഞു, ഉപ്പാ മരണദൂതനാണ് ഉപ്പാ. മരണദൂതൻ കടന്നു വന്നു. സന്ദർശകനായിട്ടാണോ വരവ്? അതല്ല, എന്നെ കൊണ്ടുപോകാനുള്ള യാത്രയുടെ തുടക്കമാണോ എന്ന് നാം കേട്ട് പഴകിയതാണിത്. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു. ആ സമയത്താണ് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഏറെ പറഞ്ഞു, ഞാൻ അങ്ങയുടെ അനുമതി ഉണ്ടെങ്കിൽ വന്നതാണ് നബിയെ റൂഹ് പിടിക്കാൻ. അപ്പോഴും പറഞ്ഞു, അസ്രായീലെ പിടിച്ചുകൊള്ളുക. കുറെ നേരത്തെ ആശയ സമ്മാനങ്ങൾ, പരസ്പരമുള്ള വർത്തമാനങ്ങൾ. അവസാനം പറഞ്ഞു, ആയിഷ ബീവിയുടെ മടിയിൽ തല വെച്ച് കിടക്കുകയാണ്. അസ്രായീലെ ഞാൻ വരികയാണ് റബ്ബിന്റെ അടുക്കലേക്ക്. റഫീഖിൽ അലാ ഇലാ റഫീഖിൽ അലാ. ഞാൻ വരികയാണ്. ഹബീബായ നബി തങ്ങളുടെ മദീനത്തെ ആയിഷ ബീവിയുടെ 8 മണം നീളമുള്ള 10 മണം വീതിയുള്ള ആകാശത്തും മഴ പെയ്താൽ ചോർന്നൊരുക്കുന്ന കൊച്ചു കൂരയുടെ മുമ്പിൽ മദീനയുടെ മഹാപ്രവാഹം ഒരുമിച്ചുകൂടി. മുത്തറസൂലിന് ശിഫയായോ? അള്ളാന്റെ റസൂലിന്റെ രോഗത്തിന് ശിഫയുണ്ടോ അറിയാനുള്ള വ്യഗ്രതയോടെ ആസിഖീങ്ങൾ പാരാവാരം പോലെ കുടിലിന്റെ മറുഭാഗത്ത് മസ്ജിദുൻ നബവിയിൽ കാത്തുനിന്നു. അപ്പോഴാണ് അസ്രായീൽ റൂഹ് പിടിക്കുന്നത്. ഞാൻ ചുരുക്കി പറയട്ടെ, സമയം വൈകിയതുകൊണ്ട്. സ്വന്തം കുടിയിലേക്ക് വരികയാണ് റൂഹ്. പെരുവരളിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. ആ ലോകത്തിന്റെ വസന്തത്തിന്റെ, ഏത് ലോകത്തിനും വെളിച്ചമായി വന്ന വെളിച്ചം അവസാനിക്കുകയാണ്. അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോവുകയാണ്. തൊണ്ടക്കുടിയിലേക്ക് എത്താൻ പെരുവിരലിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ചുകൂടി. വേദന ആ ശരീരത്തെ പിടികൂടാൻ തുടങ്ങി. ഹബീബായ നബി തങ്ങൾ വേദന സഹിച്ചു കിടക്കുകയാണ്. ആ സമയത്താണ് മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു, ഹബീബായ നബി തങ്ങളുടെ വളർത്തുപുത്രനായ സയ്യിദ് ബിൻ ഹാരിസയുടെ വളർത്തു മകനാണ്. ആ സമയത്താണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ രോഗവിവരം അറിയാണ് അവിടേക്ക് കടന്നു വന്നത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു മിസ്വാക്കുണ്ട്. ഹബീബായ നബി തങ്ങൾ അവിടേക്ക് സൂക്ഷിച്ചു നോക്കി. ആയിഷ റളിയല്ലാഹു തആല നോക്കുമ്പോ മടിത്തട്ടിലിരുന്ന് സക്കറാത്തിന്റെ വേദനയിൽ പിടയുന്ന റസൂൽ ഇബ്നു ഔഫിന്റെ കയ്യിലേക്ക് നോക്കുന്നുണ്ട്. ആ നോക്കം മരണത്തിന്റെ അവസാനത്തെ മടിത്തട്ടിലും തന്റെ ഭർത്താവ് മിണ്ടാതെ മൗനമായി നോക്കിയപ്പോ ആയിഷ ബീവിക്ക് മനസ്സിലായി, ഹബീബായ നബി തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇതാണ് പെണ്ണേ ഭാര്യ, ഇതാവണം പെണ്ണേ ഭാര്യ. മരണത്തിന്റെ മണക്കം വരുമ്പോഴും തന്റെ ഭർത്താവിന്റെ കണ്ണിന്റെ ഒരു ചലനത്തിന്റെ മൗനത്തെ വാചാലമായി മനസ്സിന്റെ പ്രണയം കൊണ്ട് തിരിച്ചറിഞ്ഞ ഭാര്യ. ആയിഷ ബീവിക്ക് മനസ്സിലായി മിസ്വാക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആ സമയത്ത് ആയിഷ ബീവി ഒരു മിസ്വാക്ക് എടുത്ത് ഹബീബായ നബി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവിരൽ മുറുകുന്നില്ല. സക്കറാത്തിന്റെ വേദന ശരീരത്തെ പിടികൂടുന്നുണ്ട്. വിരൽ കൊണ്ട് മുറുക്കി പിടിക്കാൻ കഴിയുന്നില്ല. ആയിഷ റളിയല്ലാഹു തആല മിസ്വാക്കിന്റെ അറാക്കുന്ന വൃക്ഷത്തിന്റെ കമ്പെടുത്ത് തന്റെ വായിൽ വെച്ചിട്ട് നന്നായിട്ട് ചവച്ച് വൃത്തിയാക്കി, ചവച്ച് മൃദുവാക്കി. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്, തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ നാഥന് ഇടത്തെ കൈകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ കവിളിൽ പിടിച്ച് ആ കവിള് തന്റെ
വയറ്റിലേക്ക് ചേർത്ത് വെച്ചു. ഉമ്മ കുഞ്ഞിനെ വാത്സല്യത്തോടെ ചേർക്കുന്നത് പോലെ കൊതിക്കണം പെങ്ങളെ. ഇടത്തെ കൈകൊണ്ട് തന്നെ ഭർത്താവിന്റെ മുഖം പിടിച്ചു വയറ്റിലേക്ക് ചേർത്ത് വെച്ച് ആ കടിച്ച് ചവച്ച് വെച്ച് അറാഖിന്റെ കമ്പ് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന് പല്ല് തേപ്പിച്ചു കൊടുക്കുന്നു ആയിഷാ ബീവി റളിയല്ലാഹു അൻഹാ. പല്ല് തേപ്പിക്കുകയാണ്, പല്ല് തേക്കുകയാണ്. ആ സമയത്താണ് രോഗവിവരം അറിയാണ് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല വാതിലിന്റെ ഭാഗത്ത് വന്നെത്തി നോക്കുന്നത്. പല്ല് തേച്ചുകൊണ്ടിരിക്കവേ ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം കണ്ടപ്പോ തന്റെ വളർത്തുപുത്രനായ സയ്യിദിന്റെ മകൻ ഉസാമ, താനേറെ സ്നേഹിച്ച ഉസാമ, പള്ളിയിലിരിക്കുമ്പോ കറുത്തവനായ ഉസാമ മലം കമന്ന് വീണിട്ട് മൂക്കിലൂടെ രക്തമൊലിച്ചപ്പോ ഓടി ചെന്ന് മടിയിലിരുത്തിയിട്ട് രക്തം തുടച്ചു കൊടുത്തതെന്റെ പ്രിയപ്പെട്ട ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ മുഖം കണ്ടു. ഹബീബായ നബിതങ്ങൾ ആയിഷാ ബീവി പറയാ, നബിതങ്ങളും എല്ലാം ഇങ്ങനെ കൈ പൊന്തിക്കാൻ തുടങ്ങി. ഒന്ന് മിസ്വാക്ക് ചെയ്യാൻ നേരത്തൊന്ന് പൊന്തിക്കാൻ പോലും പറ്റാത്ത കയ്യ് എന്തിനാണ് നബിതങ്ങളെ കട്ടപ്പെട്ട് പൊന്തിക്കുന്നത്? ഞാൻ നോക്കിയപ്പോ കാണാമെന്ന ഉസാമയുടെ നേരെ മെല്ലെ കൈപൊക്കിയിട്ട് ഹബീബായ നബിതങ്ങൾ ഇങ്ങനെ ഒന്ന് ആംഗ്യം കാണിച്ചു. ഇങ്ങനെ രണ്ട് കൈയും കുട്ടി ഉസാമ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ആംഗ്യം കാണിച്ചു. എന്തെന്നറിയോ? ഉസാമ സക്കറാത്തിന്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഉസാമ, ഈ മുഹമ്മദിന് വേണ്ടി നീ ഒന്ന് ദുആ ചെയ്യണേ ഉസാമ റളിയല്ലാഹു അൻഹു. മരിക്കുന്ന നേരത്ത് സക്കറാത്തിന്റെ വേദന സഹിക്കാൻ കഴിയാതെ ഉസാമ, മുഹമ്മദിന് വേണ്ടി നീ ഒന്ന് ദുആ ചെയ്യണേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വിരലുകളാണ് ആകാശത്തേക്ക് ഉയർത്തിയപ്പം മഴ പെയ്യിപ്പിച്ച നിസാരത്തിന്റെ തിരുവിരൽ, ചന്ദ്രഗോളത്തെ പൊട്ടിപ്പൊറിപ്പിച്ച ചെരുവിരൽ, അത് വെച്ചിട്ടാണ് പറയുന്നത് ഉസാമ, ആരുടെ മുമ്പിലും മരണം ലാഘവത്വം കാണിക്കില്ല, ആരോടും മരണം ലാഘവത്വം കാണിക്കില്ല. അസ്രായീലിന് മൃദുലത അറിയില്ല ഉസാമ, അസ്രായീലിന് മൃദുലത അറിയില്ല ഉസാമ. ഈ മുഹമ്മദിന് വേണ്ടി നീ ഒന്ന് ദുആ ചെയ്യണേ ഉസാമ റളിയല്ലാഹു തആല അൻഹു. എന്തിനാണ് സഹോദരങ്ങളെ ഇതൊക്കെ? വഫാത്ത് പറഞ്ഞ് കരയിപ്പിക്കാനല്ല, മരിക്കുന്ന സക്കറാത്തിന്റെ നേരത്ത് മുത്തു റസൂൽ പോലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സമയമാണിത്. അല്ലാഹുവേ, ഞങ്ങളുടെ സക്കറാത്തിന്റെ വേദന ലഘൂകരിക്കണേ അല്ലാ, സക്കറാത്തിന്റെ വേദന ലഘൂകരിക്കണേ അല്ലാ. فلولا إذا بلغ الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون. ആരെയും കാണാത്ത നേരത്ത് നീ ഞങ്ങൾക്ക് സ്വർഗം കാണിച്ചു തരണേ അല്ലാ. റൂഹ് തൊണ്ടക്കുടിയിലെത്തി, സമയം വൈകുന്നു. തൊണ്ടക്കുടിയിലെത്തിയപ്പോ ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന ഫാത്തിമയോട് പറഞ്ഞു, ഫാത്തിമ, അലാ ഇന്നലെ മൗത്തിലെ സക്കറാത്ത്, മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയില്ല മോളെ. ഉപ്പാടെ വേദന കണ്ടപ്പോ മോൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ ഖദീജ വഫാത്തായതിനു ശേഷവും ഒരു ഉമ്മാന്റെ വാത്സല്യം തന്നെ തന്നെ കൂട്ടിപ്പിടിച്ച തന്റെ പൊന്നുപ്പ കട്ടപ്പാടിന്റെ വേദന പറഞ്ഞ് മുറ്റത്ത് ചെന്നപ്പോ ദിക്ർ പറഞ്ഞു തന്നിട്ട് സ്വർഗത്തിന്റെ വാതിൽ പറഞ്ഞു തന്നെ എന്റെ ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ അറിയാതെ നിലവിളിച്ചു പോയി. ഫാത്തിമ റളിയല്ലാഹു അൻഹാ, വാ അബതാ വാ കർബാബാ യാ മൻ അജാബ റബ്ബന ദആ ഇലാ ജിബ്രീല ലനാ വാ അബതാ, എന്റെ വാപ്പാന്റെ ദുഃഖമേ, എന്റെ ഉപ്പാടെ ദുഃഖമേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. യാമന ജന്നത്തുൽ ഫിർദൗസി മഅവാ, ജന്നത്തുൽ ഫിർദൗസിലേക്ക് പോകുന്ന ഉപ്പ. യാമൻ അജാബ റബ്ബന ദാ, റബ്ബ് വിളിച്ച വിളിക്ക് ഉത്തരം നൽകി എന്റെ ഉപ്പ പോവുകയാണോ? അതേ മോളെ, ഉപ്പ പോവുകയാണ്. ആയിഷയുടെ മടിത്തട്ടിൽ കിടന്നു. പ്രിയപ്പെട്ട മോള് തൊട്ടടുത്തുണ്ട്. എന്റെ പൊന്നുപ്പ
കൈബാലയത്തിന്റെ മുമ്പിൽ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടപ്പോ ഓടിച്ചെന്ന് പിഞ്ചിളം കൈ കൊണ്ട് തട്ടിമാറ്റി ഉപ്പാനെ തടുകി തലോടി കഴുകി കൊടുത്ത പൊന്നുമോൾ, മദർ ഓഫ് ഹെയർ ഫാദർ. ചരിത്രം പറഞ്ഞു അവളുടെ വാപ്പയുടെ ഉമ്മ ഒരുമ്മയുടെ വാത്സല്യം കൊടുത്ത മോളാണ്. കരളിന്റെ കശനത്തെ വിടപയാണ്. മരിക്കുന്ന നേരത്തെ ദുഃഖം മക്കളുടെ മുഖം അവസാനം കാണുമ്പോഴാണ്. ഇനി എന്റെ മോളെ കാണില്ലല്ലോ, ഞാൻ പോവുകയാണ്, എന്റെ മക്കളെ കാണില്ലല്ലോ. ബന്ധങ്ങളെല്ലാം തീരുകയാണ്, എല്ലാം ഒടുങ്ങുകയാണ്. മരണം ബന്ധങ്ങളുടെ കാതകനാണ്. ഇനി മുത്തം തന്ന മോളെനിക്കെന്റെ മയ്യത്തിരു മുത്തം തരും. കെട്ടിപ്പിടിച്ച എന്റെ ഭാര്യ ഇനി മയ്യത്തിൽ കെട്ടിപ്പിടിച്ച് കരയും. എല്ലാം തീർന്നു, എല്ലാം തകർന്നു. പ്രണയവും ദുഃഖവും വല്ലായ്മകളും വഴക്കും പിണക്കവും ചൊല്ലിപ്പകർത്തും കവിതയും കൊച്ചു കൈത്തണ്ട മിന്നിച്ച കടികാര മന്ത്രവും കേൾക്കുന്നു ഞാൻ നരക നിലവിളി. കേൾക്കുവാനില്ലൊരു മൃദുമന്ന ശബ്ദവും. ഇനിയൊരു ശബ്ദം കേൾക്കാനില്ലല്ലോ. മലക്കുകൾ വിളിക്കുന്നുവല്ലോ, ആയിഷ ഞാൻ പോകട്ടെ, ആയിഷ, ആയിഷ ഞാൻ പോകട്ടെ, ആയിഷ. സലാം പറഞ്ഞു, സലാം പറഞ്ഞു. അവസാനം ആയിഷ ബീവി പറയാ, ഹബീബായ നബി തങ്ങളുടെ ചുണ്ട് വിതുമ്പെന്നത് കണ്ടു. എന്തെന്നറിയാൻ എന്റെ ചെവി ഞാൻ ചേർത്ത് വന്നപ്പോ എന്റെ ഭർത്താവ് പറഞ്ഞു, ഉസീകും യാ ഉമ്മത്തി ബിസ്സലാ. സമുദായമേ, നമസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധിക്കണേ. നമസ്കാരം കളാക്കരുത്, നമസ്കാരത്തെ സമയം വിട്ടു പിന്തിക്കരുത്. ഉമ്മത്തെ റബീ പ്രഭാഷണം സമാപിക്കുന്നു. എന്റെ കൽബിൽ തൊട്ട് ഞാൻ പറയുന്നു, നിസ്കാരം കളാക്കരുത്. വിടവാങ്ങൽ പ്രഭാഷണം അങ്ങനെയായിരുന്നു. രണ്ടാമത് പറഞ്ഞു, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ, അല്ലാഹ അല്ലാഹ ഫിന്നിസാ ഫഇന്നഹുന്ന അമാനിൻ ബൈന ഐദീകും. നിസ്കാരത്തെ സൂക്ഷിക്കണേ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണേ. പെണ്ണെ, മുത്ത് റസൂല് പറഞ്ഞത്, മുത്തലാക്ക് പറഞ്ഞ് നിന്നെ കബളിപ്പിക്കണ്ട. അവസാനം എന്റെ റസൂല് പറഞ്ഞത്, ഭാര്യമാരെ സ്നേഹിക്കണേ. ഫഇന്നഹുന്ന അമാനിൻ ബൈന ഐദീകും. അവര് നിങ്ങളുടെ കയ്യിലേൽപ്പിച്ച അമാനത്താണ്. അവളെ കരയിപ്പിക്കരുത്, അവളെ സങ്കടപ്പെടുത്തരുത്. അവള് നിന്റെ കൽബിന്റെ മുത്താണ്. എന്റെ ലോകത്തിന്റെ വസന്തത്തിന്റെ കണ്ണടഞ്ഞു, ലോകത്തിന്റെ വസന്തത്തിന്റെ കണ്ണടഞ്ഞു. ഇരുട്ടിനെ പ്രകാശിപ്പിക്കാമെന്ന വിളക്ക് എന്നേക്കുമായി വിട പറഞ്ഞു. ഫാത്തിമയുടെ കണ്ണനാളത്തിൽ നിലവിളി കുരുങ്ങി. മദീന മുഴുവനും ഒരു തേങ്ങലോടെ മുത്ത് റസൂലിന്റെ വീട്ടിലെത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിശബ്ദമായ നീലാകാശത്തിൽ നീലപ്പക്ഷി നീലക്കണ്ണോടെ മയങ്ങുന്നത് പോലെ ആയിഷയുടെ മടിത്തട്ടിൽ മയങ്ങിക്കിടക്കുന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന തേങ്ങിക്കരഞ്ഞുപോയി. ഓടി വന്നില്ലേ കാട്ടാളനായ ഉമറിന്റെ മോൻ ഖത്താബ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഊരിപ്പിടിച്ച വാളുമായി, എന്റെ മുത്ത് മരിച്ചിട്ടില്ലടാ, എന്റെ റസൂല് വഫാത്തായിട്ടില്ലടാ. ഉമറിനോട് പറഞ്ഞു, ഉമറേ. അബൂബക്കർ റളിയല്ലാഹു തആല പറഞ്ഞു, ഉമറേ, തൂഫിയ റസൂലുള്ളാഹ്, നമ്മുടെ മുത്ത് റസൂല് പോയി ഉമറേ, നമ്മുടെ നായകന് പോയി ഉമറേ. ഇല്ല അബൂബക്കറെ, അങ്ങനെ പറയരുത്. എന്റെ റസൂല് വഫാത്തായിട്ടില്ല. മൂസാ നബി അല്ലാഹുവോട് സംസാരിക്കാൻ പോയിട്ട് 40 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നതുപോലെ നമ്മുടെ ഹബീബായ മുത്ത് തിരിച്ചു വരും. അബൂബക്കറേ, എന്റെ റസൂല് വഫാത്തായിട്ടില്ല, അല്ലാഹുവോട് മുനാജാത്തിന് പോയതാണ്. കാട്ടാളനായ ഉമർ വിതുമ്പിക്കരഞ്ഞു. നരകത്തിൽ നിന്ന് എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന മുത്ത് പറയാൻ എനിക്ക് സമയമില്ല. ആരോ പറഞ്ഞു, തൂഫിയ റസൂലുള്ളാഹ്. അരയിൽ തൂക്കിയിട്ട പിച്ചാത്തിയെടുത്തു. എന്റെ ഹബീബ് പോയോ പോയി. എന്റെ ഹബീബില്ലാത്ത മദീന എനിക്കിനി കാണണ്ടെന്ന് പറഞ്ഞ് പിച്ചാത്തി കൊണ്ട് കണ്ണുകൾ ചൂന്നെടുത്ത അനുരാഗത്തിന്റെ, പ്രേമത്തിന്റെ, പ്രണയത്തിന്റെ, ആദർശത്തിന്റെ അദ്വിമജരീയമായ ആന്തോളനത്തിന്റെ തലങ്ങളാണ് വഫാത്തുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഇസ്മഹുലി മിൻ ഹളറാത്തിക്കും, നിങ്ങൾ എനിക്ക് വിട പറയീൻ. 3 ദിവസത്തെ കാത്തിരിപ്പ്. ശരീരം അഴുകിയില്ല,
അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്ന് നബിയെ, ഇതെന്തോ ഒരു സുഗന്ധമാണ് നബിയെ, അങ്ങ് ജീവിച്ചിരുന്നപ്പോഴും സുഗന്ധമാണ്, അങ്ങ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോഴും സുഗന്ധമാണല്ലോ നബിയെ. ഫസുലുസൂക കാഫൂറുൻ വറുബൂക അംബറു വസുദുസൂക യാഖൂതുൻ വബാഖീക ജൗഹറു. ഇതെന്ത് അംബറാണോ നബിയെ, ഇത് മിസ്കാണോ നബിയെ, ഇത് സുന്ദുസാണോ നബിയെ? അങ്ങ് വിട പറഞ്ഞപ്പോഴും സുഗന്ധം തീരുന്നില്ലല്ലോ നബിയെ. 3 ദിവസത്തെ കാത്തിരിപ്പ്. അലി റളിയല്ലാഹു തആലയുടെ നേതൃത്വത്തിൽ മയ്യത്ത് കുളിപ്പിച്ച് മുത്ത് റസൂലിനെ കൊണ്ടുപോയി റൗളയുടെ ചാരത്തേക്ക് വെച്ചു. ആ ചാരത്തേക്ക് വെച്ചിട്ട് കബറടക്കിയിട്ട് തിരിച്ചു വന്നപ്പോ കരളിന്റെ കഷണം ഫാത്തിമ പൊട്ടിക്കരയാണ്. എന്റെ ഉപ്പ പോയല്ലോ. കബറടക്കിയിട്ട് തിരിച്ചു വന്ന സഹാബത്തിനോട് ഫാത്തിമ ബീവി ചോദിച്ചൊരു ചോദ്യത്തോടെ ഞാൻ വിട ചോദിക്കട്ടെ. അനസ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളെ കബറടക്കിയിട്ട് തിരിച്ചു വന്നപ്പോ ഫാത്തിമ എന്ന പൊന്നുമോള് ചോദിച്ചു അത്രേ, അനസേ എന്തേ ഫാത്തിമ, എങ്ങനെ കഴിഞ്ഞു അനസേ? അത്താബത്ത് അംഫുസുക്കും അൻ തഹ്സൂ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തുറാബ്. നീ ഹൃദയം കൊണ്ട് നമ്മൾ സ്നേഹിച്ച മുത്തിനെ കബറിലോട്ട് ഇറക്കി വെച്ചിട്ട് ആ പൊൻചമ്പകപ്പൂ വദനത്തിലേക്ക് മണ്ണ് വാരിയിടാൻ നിങ്ങളുടെ കൈകൾക്ക് എങ്ങനെ കഴിഞ്ഞു അനസേ? ഹബീബായ നബിതങ്ങള് കബറിൽ കിടന്നപ്പോ മണ്ണുവാരിയ മുഖത്തേക്കിട്ടപ്പോ നിങ്ങളുടെ കൈ വിറച്ചില്ലേ അനസേ? എങ്ങനെയാണ് ആ മണ്ണ ശരീരത്തിലിട്ടത്? തൂക്കുമരത്തിൽ കയറാൻ പോയപ്പോ നിങ്ങൾ എന്നെ തൂക്കിക്കന്നാലും എന്റെ മുത്തുനബിയുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഒരു മുള്ളു കളയുന്നതിന് പകരം തൂക്കുമരവേറ്റെടുത്ത സഹാബ, എങ്ങനെയാണ് ആ പൊൻചമ്പകപ്പൂ തേനിതൾ അതരത്തില് നിങ്ങൾ മണ്ണ് വാരിയിട്ടപ്പോ നിങ്ങൾക്ക് വിറച്ചില്ല അനസേ എന്ന് പൊട്ടിക്കരഞ്ഞു ചോദിച്ചു ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അതിനൊരു അടിക്കുറിപ്പ് നമുക്ക് രേഖപ്പെടുത്താം. മുത്ത് റസൂല് വിട പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി കൂട്ടുകാരികളോട് വർത്തമാനം പറയാണ്, ഞാൻ എന്റെ ഭർത്താവിന്റെ മടിയിൽ തലവെച്ചിട്ടാണ് കിടന്ന് വഫാത്തായത്. പക്ഷേ വഫാത്താകുന്ന സമയത്ത് ഞാൻ എന്റെ ഭർത്താവിന്റെ മുഖം കണ്ടിട്ടില്ല. ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. കൂട്ടുകാരികൾ ചോദിച്ചു, മടിയിൽ കടന്ന് മിസ്വാക്ക് ചെയ്തു കൊടുത്ത് മുഖം തടകിക്കൊടുത്തിട്ടാണ് വഫാത്തായത്, എന്നിട്ടും മുഖം കണ്ടില്ലെന്നോ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി, ഞാൻ എങ്ങനെയാണ് എന്റെ ഭർത്താവിന്റെ മുഖം കാണുന്നത്? മടിയിൽ കിടന്നിട്ടാണ് വഫാത്തായത്, ശരിയാണ്. പക്ഷെ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ പോലും വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ വിളക്ക് കത്തിക്കാഞ്ഞത് കൊണ്ട് എന്റെ ഭർത്താവിന്റെ മുഖം എനിക്ക് മരിക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്നില്ല. വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയില്ലാതിരുന്നത് കൊണ്ട് കൊടും പട്ടിണിയായിരുന്നു അന്ന്, കൊടും ദാരിദ്ര്യമായിരുന്നു അന്ന്. എന്റെ ഭർത്താവിന്റെ മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, റബീഉ പ്രഭാഷണം ഈ വാക്കോടെ സമാപിക്കട്ടെ. വഫാത്താകുന്ന നേരത്ത് വീട്ടിൽ വിളക്ക് കത്തിക്കാൻ എണ്ണ പോലും ഇല്ലാതിരുന്ന ഒരു പ്രവാചകന്റെ അനുയായികൾ ഇന്ന് നമ്മൾ ആരായി മാറി? അയ്യുഹൽ മുസ്ലിമൂൻ മറാകിബുക്കും കാറൂനിയ വഖുസൂറുക്കും കിസ്റവിയ വമനാഹിബുക്കും ശൈത്താനിയ വഅഫ്ആലുക്കും ജാഹിലിയ വഅഫ്കാറുക്കും ഫിർഔനിയ ഫഅയ്ന ശരീഅത്തു മുഹമ്മദിയ. ഓ മുസ്ലിമേ, മറാകിബുക്കും കാറൂനിയ, ഇന്ന് നിന്റെ വാഹനങ്ങൾ കാറൂന്റെ വാഹനങ്ങളാണ്. വഖുസൂറുക്കും കിസ്റവിയ വബുയൂതുക്കും കിസ്റവിയ, നിന്റെ വീടുകൾ ഇന്ന് കിസ്റയുടെ കൊട്ടാരം പോലെയാണ്. പക്ഷേ വമനാഹിബുക്കും ശൈത്താനിയ, നിന്റെ ചിന്തകൾ ഇന്ന് ശൈത്താന്റെ ചിന്തകളാണ്. വഅഫ്കാറുക്കും ഫിർഔനിയ, നിന്റെ മനോഭാവം ഫിർഔന്റെ മനോഭാവമാണ്. വഅഫ്ആലുക്കും ജാഹിലിയ, നിന്റെ പ്രവർത്തനങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിന്റെ പ്രവർത്തനങ്ങളാണ്. ഫഅയ്ന ശരീഅത്തു മുഹമ്മദിയ, മുത്തുനബിയുടെ ശരീഅത്ത് എവിടെ പോയി മുസ്ലിമേ? കദം കദം സുന്നത്തെ റസൂൽ पर चलो मिलेंगी जन्नत की റിസർവേഷൻ. നബിയുടെ സുന്നത്ത് എവിടെ പോയി? ഈ റബിയ് സുന്നത്തിന്റെ വീട്ടെടുപ്പിനാവാം, ഈ റബിയ് സുന്നത്തിന്റെ പുനർമൂല്യത്തിനാവാം.